Hi friends, welcome back to Electronic Mechanic Malayalam. നമ്മളിപ്പോൾ ഈ കാണുന്നത് LGയുടെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ്. ഈ മെഷീൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ വാഷിംഗ് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഇത് വാഷിംഗ് നടക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ചുറ്റുന്നുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ഇത് സംഭവിക്കുന്നില്ല. അതാണ് ഈ മെഷീൻ്റെ കംപ്ലൈൻറ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നും അതെങ്ങനെ ശരിയാക്കി എടുക്കാമെന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അതിൻ്റെ ആ ടോപ്പ് കവർ ഒന്ന് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ വെള്ളം വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ബാത്റൂം, അതുപോലെ ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെ വാഷിംഗ് മെഷീൻ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ തുരുമ്പ് വരാൻ, അതായത് അതിൻ്റെ സ്ക്രൂസും മറ്റുള്ള മെറ്റൽ പാർട്ടുകളെല്ലാം തുരുമ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വാഷിംഗ് മെഷീൻ വെക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ടോപ്പ് കവർ ഊരുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിയിൽ ഡ്രെയിനേജ് നോബിൻ്റെ ഒരു ടൈ വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കതൊന്ന് റിമൂവ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ ലോക്കായിട്ട് കിടക്കും. അപ്പോൾ നമുക്കത് കവർ പൊക്കിയെടുക്കാൻ സാധിക്കുകയില്ല. അതെ, ഇതുപോലെ ഒരു ടൈ ഉണ്ടാവും, അത് റിമൂവ് ചെയ്യുക. അതിനുശേഷം ടോപ്പ് കവർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. സെമി ഓട്ടോമാറ്റിക്കിൻ്റെ എല്ലാത്തരം മെഷീനിലും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാം സെയിം ആയിരിക്കും. നമ്മൾ ആദ്യം ആ മെയിൻ ഓഫ് ചെയ്യുക, പവർ സപ്ലൈ ഡിസ്കണക്ട് ചെയ്യുക, അതിനുശേഷം മാത്രം അതിനകത്തോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നവരെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഓപ്പൺ ചെയ്തതിന് ശേഷം പവർ ഡിസ്കണക്ട് ചെയ്തിട്ട് മാത്രമേ അതിനകത്ത് കൈകാര്യം ചെയ്യാവൂ. ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. എങ്കിലും കുട്ടികൾ, പ്രത്യേകിച്ചും കുട്ടികൾ ചെയ്യരുത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലിനെ കുറിച്ച് അത്യാവശ്യം വിവരമുള്ളവർ മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കേബിളൊക്കെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കലിനെ കുറിച്ച് അറിയാവുന്നവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ ഈ ഇളക്കിയിട്ടുള്ള ഈ ടൈമറാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഇഷ്യൂസിനെല്ലാം കൂടുതലും കംപ്ലൈൻറ്റ് വരാറുള്ളത് ഈ ടൈമറാണ്. ഇതിപ്പം വാഷ് സെലക്ടറും കൂടിയുള്ള ടൈമറാണ്. അപ്പോൾ നമുക്ക് ഈ ടൈമർ ഡിസ്കണക്ട് ചെയ്തിട്ട് പുതിയ ടൈമർ കണക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ മുകൾ വശത്തു നിന്നാണ് കട്ട് ചെയ്യുന്നത്. കുറച്ചും കൂടി നല്ലത് താഴെ വെച്ച് കട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പം നമ്മളിപ്പം ജോയിൻ്റ് അടിക്കുമ്പോഴത്തേക്ക് കൂടുതലും വെള്ളത്തിൻ്റെ പ്രസൻസ് ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ജോയിൻ്റ് അടിക്കുമ്പോഴത്തേക്ക് പിന്നെ ഭാവിയിൽ ഷോർട്ട് അടിക്കാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇതിപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അടിയിൽ വെച്ചിട്ട് ജോയിൻ്റ് അടിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ വാങ്ങിക്കുന്ന പുതിയ ടൈമറിൻ്റെയും പഴയ ടൈമറിൻ്റെയും ഒക്കെ ഏകദേശം കളർ കോഡ് ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പം പഴയത് നോക്കിയിട്ട് അതുപോലെ തന്നെ പഴയതിൻ്റെ ആ കേബിളിൻ്റെ കളർ കോഡ് നോക്കിയിട്ട് അതുപോലെ തന്നെ കൊടുത്താൽ മതിയാകും. ഇവിടെ ഞാൻ വാങ്ങിയ ഈ പുതിയ ടൈമറിൻ്റെ വിലയെന്ന് പറയുന്നത് 380 രൂപയാണ്. ഇതിൽ വാഷ് സെലക്ടറും കൂടി ഉള്ളത് കൊണ്ടാണ് അത്രയും വില വന്നത്. വാഷ് സെലക്ടർ ഇല്ലാത്ത ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ 100 രൂപയും കൂടെ കുറവായിരിക്കും. ഇത് നമുക്ക് ലോക്കൽ ഈ സ്പെയർ പാർട്സ് ഷോപ്പുകളിലൊക്കെ ലഭിക്കുന്നതാണ്. ഈ വാഷിംഗ് മെഷീൻ്റെയും മറ്റും സ്പെയർ പാർട്സ് ഒക്കെ വിൽക്കുന്ന കടകളിൽ നിന്ന് നമുക്കത് ലഭിക്കുന്നതാണ്. ഇതിപ്പോൾ ചെയ്യാനായിട്ട് നമ്മൾ പുറത്തുനിന്നൊരു ടെക്നീഷ്യനെ വിളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം ഇലക്ട്രിക്കൽ നോളജുള്ള ഒരാൾക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മളിപ്പം പുറത്ത് കമ്പനിയെ സമീപിക്കുകയാണെങ്കിലും അവർ വിസിറ്റിംഗ് ചാർജും പിന്നെ സ്പെയറിൻ്റെ അവരെ കമ്പനി ചാർജ് എല്ലാം ചേർത്തായിരിക്കും നമ്മളെ നിന്ന് ഈടാക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഒരു ലോക്കൽ സ്പെയർ പാർട്ട് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ടൈമർ കിട്ടുന്നതാണ്. ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ടൈമർ. നമ്മൾ കേബിളെല്ലാം ജോയിൻ്റ് അടിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റാൻ മറക്കരുത്. വാഷ് ടൈമർ കംപ്ലൈൻ്റ് ആവുന്നത് കൊണ്ട് ഉണ്ടാകുന്ന മറ്റ് കംപ്ലൈൻറ്റുകളാണ്, അതായത് ഒരു പൊസിഷനിൽ മാത്രം തിരിഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വാഷിംഗ് നടക്കാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമുക്ക് കംപ്ലൈൻറ്റ് വരുന്നത് സാധാരണഗതിയിൽ വാഷ് ടൈമർ തന്നെയാണ്. ഈ വാഷ് ടൈമറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു മെക്കാനിസമാണ്. നമ്മളൊരു കീ കൊടുക്കുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മളത് തിരിച്ച് റിട്ടേൺ വരുന്നതാണ്. ഇൻസുലേഷൻ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ ആ സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്യാം. അധികം കിടക്കുന്ന കേബിളുകൾ എല്ലാം കൂടി ചുറ്റിയെടുത്തിട്ട് നല്ല രീതിയിൽ ഒതുക്കി വെക്കുക. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം വെള്ളത്തിൻ്റെ പ്രസൻസ് ഉള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മളത് ചുറ്റി വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നമ്മൾ ടൈമർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം പഴയ പോലെ തന്നെ ആ ടൈ റീകണക്ട് ചെയ്യുക. അതിനുശേഷം ബാക്ക് കവർ അടച്ച് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം.
നമ്മൾ ടൈമർ മാറ്റിയിട്ട് ഇപ്പോൾ ഓൺ ചെയ്തേക്കുവാണ്. ഇപ്പോൾ കുഴപ്പമില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.